ഹായ്, ഞാൻ വീണ്ടും വന്നു ഗൈസ്. എന്നത്തെ പോലെ ഞാൻ സമയം കാണിച്ചു കൊടുത്തു. 12 മണി, രാത്രി 12 മണിയാണ്. ഞാൻ വളരെ ഒരു ഭയങ്കര ഫോർമാലിറ്റി. ഞാനൊരു സ്ഥലം വരെ പോകണം, ഷൂട്ടിനായിട്ട് പോകുന്നതാണ് 2 ദിവസത്തേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് ആണ്. ആൻഡ് അവിടെ ഞാൻ പോകാൻ പോകുന്നത്, താമസിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ ഫാന്റസി മൂവീസ് ഒക്കെ കാണില്ലേ, ഭയങ്കര ഒരു പ്രിൻസസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. യെസ്, നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോകാൻ പോകുന്നത്. സോ ഗെറ്റ് റെഡി, നമ്മുടെ വ്ലോഗ് തുടങ്ങാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിദ്യാ വിജയ്. ലെറ്റ്സ് ബിഗിൻ. പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി, കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? ഇതാരാ? അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാം. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അതേ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടോണ്ട് പിന്നെ ജീവിക്കാമല്ലോ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി? ജോലി ഇതിനിങ്ങനെ മെച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലി. ഇനി 3 മണിക്കൂർ 19 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതായിരിക്കും ഗൈസ്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, പുറകില് പാട്ട്, കോപ്പറേറ്റ് വരും, കോപ്പറേറ്റ് വരും. ഒരാളിവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഉറങ്ങിയെന്നാ തോന്നുന്നത്. ഉറങ്ങിയിട്ടില്ല. എന്താണ് ഒരു പച്ച ലൈറ്റ് പറഞ്ഞു? പോയത് കുതിരവണ്ടിയായോ? ഓക്കെ ഗൈസ്, നമ്മൾ പൊള്ളാച്ചി എത്തില്ലേ? അപ്പൊ നമ്മൾ ശരിക്കും എത്തിയില്ലേ ചിന്നു? എത്തി. പൊള്ളാച്ചി നമ്മൾ ശരിക്കും എത്തിക്കഴിഞ്ഞു. ചിന്നു, ഇനി എത്ര ദൂരം ഉണ്ട് നമുക്ക്? ഇതൊക്കെ ഞാൻ എന്തായാലും ഫാസ്റ്റ് ഫോർവേഡ് പോലെ ആയിരിക്കും മിക്കവാറും പ്ലേ ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ, താനെങ്ങനെ പോണം? നിങ്ങൾ ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഇത് ഇവിടുന്നല്ല, ബൂത്തിന്നാ. ഗുഡ് മോർണിംഗ്. നല്ല ഭംഗിയുള്ളൊരു സൺറൈസ് മുന്നിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് എത്രയാ? 2:17. ഒരു ചായ കുടിച്ചു ഞങ്ങൾ. ഒന്നല്ല കേട്ടോ, 3 ചായ കുടിച്ചിട്ടുള്ളൂ തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഫൈനലായിട്ട് ഒരു ചായ കൂടി ഞാൻ കുടിക്കും. വലിയ കാര്യം, അത് ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട. ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോട്ടെ. ആ ചായയിൽ നമ്മുടെ എനർജി വരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും. എടാ, കുട്ടിയുടെ പേരെന്താ? തൻവി. നമ്മുടെ തൻവീറാം അല്ല കേട്ടോ, അതല്ല, ഇത് വേറെ. ഞാൻ കുട്ടീനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അജിത്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല അജിത്ത്, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെതായ ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആദ്യമായിട്ട് കാണുന്നതിന്. നിനക്കുണ്ടായിരുന്നോ? ഞാൻ തീരില്ല, എനിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ചില്ല് ചെയ്ത് കേരളത്ത് കൊടൈക്കനാൽ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല. ടെക്സ്റ്റ് ചെയ്തോണ്ട് ഡ്രൈവ് ചെയ്യുന്നത് തീർന്ന് RT കാണട്ടെ തീർന്നുണ്ട്. അതിന്റെ ലൈസൻസും പോയി, എല്ലാം പോയി. ദൈവമേ, ഇല്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞു. അവൻ എന്ത് മാപ്പ് നോക്കുക. മിക്കവാറും ഇന്ന് ഷൂട്ടൊന്നും നടക്കൂല. ഇന്ന് പോയി നമുക്ക് എല്ലാവർക്കും ഉറങ്ങാം. ഇന്ന് എക്സ്പ്ലോറിങ് അല്ലേടാ? ടെക്സ്റ്റിംഗ് എന്താടാ? ചാടാൻ നീ ചാടിക്കോ, ഞങ്ങളവിടെ വിളിക്കണോ? നീ പുറത്തല്ല, ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നേരം വെളുത്തപ്പോൾ ചെറിയ എനർജി വന്നപ്പോൾ ഞാൻ ഒന്ന് വന്നതാണ് നിങ്ങളുടെ അടുത്ത്. ഇനി ബാക്കി അവിടെ എത്തിയിട്ട്, അയ്യോ ഞാൻ നിങ്ങളോട് സ്ഥലം എങ്ങോട്ടാന്ന് പറഞ്ഞല്ലേ? ഇത് കട്ട് ചെയ്ത് കളയാം. സ്ഥലം ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ സമയം പറയുന്നുണ്ട്, പക്ഷെ ഞാൻ സ്ഥലം പറഞ്ഞിട്ടില്ല. ഞാൻ പറയില്ല. സർപ്രൈസ്. എല്ലാം ഒരു സർപ്രൈസ് ആയിട്ടിരിക്കണം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. അപ്പൊ എത്തുമ്പോ കണ്ടാ പോരെ മതി. ഓക്കെ, അപ്പൊ ശരി ഗൈസ്. ഇനി അടുത്തത് എവിടെ? ഒരു ചായ കൂടി കുടിക്കാൻ നിർത്തുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കാണാം. ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്ത് ബാത്റൂം പോകാൻ വേണ്ടി വന്നു. വീണ്ടും യാത്ര തുടരുകയാണ്. നേരം ചെറുതായി എടുത്തപ്പോൾ എനർജിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ നല്ല ഉറക്കം വരുന്നുണ്ട്. ബാക്കി ഉറക്കം പ്രോപ്പർട്ടിയിൽ പോയി നമ്മൾ ഉറങ്ങുന്നതായിരിക്കും. Let's go. ഞാനിതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്.
കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഞാൻ എവിടെ കിടക്കണ്ട? എന്റെ മടി കിടക്കണോ? അല്ല, എനിക്ക് ഉറങ്ങാനായിട്ട്. ഞാൻ താരായിട്ട് പാടിത്തരാം. വേണ്ട, എനിക്ക് പാട്ട് കേട്ട് ഉറക്കാൻ പറ്റില്ല. എവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയി കിടക്ക് പോ. ശരി മുതലാളി. നമ്മൾ കൊടൈക്കനാലെത്തി guys. നല്ല ക്ഷീണമായി. ക്ഷീണം നല്ല ഉറക്കത്തിലാണ്. ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ സ്ഥലത്തേക്ക് ഞാൻ പോയി. അങ്ങനെ ചിന്നു എണീറ്റു. പക്ഷെ ഇനിയും ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. കുറച്ചുകൂടി വ്ളോഗിങ് ചെയ്ത് മപ്പട്ടി കാണണം. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഒരു ട്രിപ്പ് പോകണം. ഞങ്ങളിപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറയായിരുന്നു. പണ്ടൊക്കെ 1990 അങ്ങനെയല്ല, കുറച്ച് കാലം മുന്നേ വരെ ട്രിപ്പ് കേൾക്കുമ്പോഴേക്കും വണ്ടിയിലേക്ക് ചാടി കയറിയിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇടാ നടുവേനിക്കുന്നതാ, ഇടാ പല്ല് വേനിക്കുന്നതാ, തലവേനിക്കുന്നത്. പണ്ടതൊന്നുമില്ല, ഫുൾ ഓൺ. പോയി തിരിച്ചു വരുന്ന ഒരു ഓണായിരുന്നു. എന്ത് പറ്റിയാവോ? കുഴപ്പമില്ല, പ്രായമായതിൻ്റെ ആയിരിക്കും. പതുക്കൊക്കെ ചാടണം നട്ടല്. ഓക്കെ, അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പ്രായമായി ആയിരുന്നു നിനക്കോ? സ്വീറ്റ്സ് 16 ഇവിടെ പ്രതിഷ്ഠിക്കും കൊടയല്ലേ പുരാവസ്തുവ. അപ്പം പൂണ്ടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടൈക്കനാലിൽ നിന്നും 1.25 മണിക്കൂറുണ്ട് റൂമിലേക്ക്. അപ്പോൾ ഇനി ബാക്കി റൂമിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, കാട്. എനിക്കൊരു ആനയെ കാണുന്നത് ഭയങ്കര ആഗ്രഹം. കാണുമോ ഗൈസ്? കണ്ടു കഴിഞ്ഞാൽ ഈ വ്ളോഗ് പിന്നെ ഉണ്ടാവില്ല, ആനയുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവിടെ ഇനി ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ടോ. വിഷുവിന് കണി കാണിക്കണ പോലെ ഞാൻ നിങ്ങളുടെ കണ്ണൊന്ന് പൊത്താൻ പോവാണേ. 1 3 2 1. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇട കൊള്ളാല്ലേ? നമ്മള് മറ്റേ ഫാന്റസി സിനിമയിലൊക്കെ കാണുന്ന പോലെ. നമുക്കിന്റെ അകത്തെന്താ നോക്കാട്ടോ. എന്തേലും സർപ്രൈസ് ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടോ? വാവ്, ഇവിടെ സൺസെറ്റ് കാണാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ ഒരു സ്ഥലത്ത് ഞങ്ങളെ ഇറക്കി. എന്നിട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ട്. നമുക്ക് നോക്കാം സൺസെറ്റ് കാണുമോ ഇല്ലയോ എന്ന്. സ്പീഡിൽ നടക്കാം. 6:15 സൂര്യൻ്റെ വഴിക്കിപ്പോൾ പോവും. ചാടി ചാടി നിൽക്കാൻ വന്ന് പറയുന്നുണ്ട് ക്യാമറമാൻ. മയിലുണ്ട് അവിടെ, കാണാണ്ട് നിങ്ങൾക്ക്? കണ്ടോ കണ്ടോ? കൊറേ മയിലുകളുണ്ട്. നല്ല ഭംഗിയുള്ള പുലി, ആന, വലിയ വലിയ മൃഗങ്ങളെ കാണാൻ പോകും. കണ്ട ഉടനെ എന്ത് ചെയ്യും? ഞാൻ എടുത്ത് ചാടും. വേറൊന്നും ചെയ്യില്ല. എന്റെ പച്ച ഷൂവും, ഫോക്കസ് മൈ ഷൂ, എന്റെ പച്ച ഷൂവും LKG പിള്ളേർക്ക് ഉടുപ്പും എല്ലാം കൂടി കണ്ടിട്ട് ആന പുലിയൊക്കെ ഓടിപ്പോവും. മഹർഷേ, എന്തേ പോലെ അത് അങ്ങോട്ട് നോക്കൂ. അതൊരു ആശ്രമ കന്യകയല്ലേ? അതോ അപ്സരസോ? കണ്ടിക്ക് മടുത്തുന്നു. മലയാളികളെ പേടിയാ. കൊടൈക്കനാലിൽ കൂടെ അതിൽ കൂടെ പഠിക്കുന്നു. പേടി നമുക്കില്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട്. മലയാളിയാ. He said tiger is there. Are you scared of tigers? Tanvi, I'm not scared. We are going for safari tonight. Yeah. Right now. We are going for sunset now. Hope we see the sunset. That's all. We can't do anything. He'll come in. ഒരു പുലി ആക്രമിച്ച എന്ത് നടക്കും എന്നാണ് ഇവിടുത്തെ ചർച്ച. പുലിയും പാമ്പും ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇതാ ഇങ്ങനത്തെ ഒരു വെള്ളത്തിന്റെ അരുവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സലിയും. ദൈവമേ, ഇനി ഇതൊക്കെ താണ്ടി പോണോ?
ശ്രമിക്കാം. താഴെ വേണ്ടിരുന്നാ മതിയായിരുന്നു. അമ്മേ ഇല്ല, നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ആരോ അവിടുന്ന് കൈ നീട്ടി കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ വെള്ളം കണ്ടിട്ടേ അമ്മേ എന്ത് ഭംഗിയാ, ക്ലിയർ വാട്ടർ. സമയം 6:30 മണി. തണുത്ത് നിറച്ചോണ്ടിരിക്കുക. നമ്മൾ ഷൂട്ട് ചെയ്യണമല്ലോ ഇന്നും. അപ്പോൾ തണുപ്പൊക്കെ മാറ്റി വെച്ച് സ്വെറ്ററൊക്കെ ഊരിക്കളഞ്ഞു ഞാൻ. അവളവിടെ ഇരുന്ന് ഇസ്ത്രി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ. എന്നിട്ട് ഇറങ്ങുമ്പോൾ ബാക്കി പുറത്തുള്ള വ്യൂവും കണ്ടോ, ഇവിടുന്ന് കാണാണ്ടോ, ഇപ്പോഴും ഇരുട്ടാം. അപ്പോൾ റെഡി ആയിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി പല്ല് വെച്ച് മുഖമൊക്കെ കഴുകി കുളി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയും തണുപ്പാണ്. അപ്പം ഒന്ന് ഫ്രഷായി റെഡി ആവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കാണുമ്പോൾ, പക്ഷേ എനിക്ക് ഗുഡ് മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തുള്ള കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുക്കണം. വെയിലാവുന്നതിന് ഇവിടെ പെട്ടെന്ന് വെയിലാവും. അപ്പോൾ അതിന് മുന്നേ വിഷ്വൽസ് ഒക്കെ എടുക്കണം. ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇന്നലെ ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയൊരു സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന ഹോബിറ്റോൺ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ അവരുടെ സർവീസ്, ഹോബിറ്റോണിലുള്ള എല്ലാവരും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ ഹോബിറ്റോണിൽ താമസിക്കാണ്ടിരിക്കരുത്. ബിക്കോസ് നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ ഞാനൊരു ഇതിന് മുന്നത്തെ വീഡിയോ ക്ലിപ്സ് ഇട്ടിട്ടുണ്ട്, ചെയറൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് പുറത്ത്, ബ്യൂട്ടിഫുൾ. നമുക്ക് അതേപോലെ തന്നെ വിഷ്വൽ, നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽ കാണാം. വ്യൂ സൂപ്പറാണ്, എല്ലാം കൊണ്ട് അടിപൊളി. ഞാൻ കൊടൈക്കനാലിൽ വന്ന് സ്റ്റേ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടിയാണ്. സോ ഇത് കാണുന്നുണ്ടോ, ഇരുട്ടല്ലേ അങ്ങനെ കൈ വലിച്ചിട്ടത് കേട്ടോ, മാജിക് വലിച്ചത് ഇവിടെ അമർത്തിയാൽ മതി, സ്വിച്ച്. ഓക്കെ, അപ്പോൾ ശരിയായ സമയം കളഞ്ഞാൽ റെഡി ആവട്ടെ. മുഖം കഴുകി ഈ വെള്ളം തുറക്കണം, എന്താണെന്ന് പിടിയില്ല. കമ്പോട്ട് നമുക്ക് ഒരുമിച്ച് തുറന്ന് നോക്കാം. എൻ്റെ അമ്മേ പണി പാടും ഐസാണ്. ഓക്കെ ഗൈസ്, സീ യു സൂൺ. അപ്പം ഞാൻ റെഡി ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തുള്ള വ്യൂ, പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ റൂം കണ്ടോ, രാവിലെ എണീക്കുമ്പോഴത്തുള്ള വ്യൂ. സമാധാനം. Such a beautiful place. മഴ കാരണം തൊപ്പിയും കുട്ടിയും ഒക്കെ ഇട്ട് ഞാൻ ഫുൾ സെറ്റായിട്ട് പൂക്കൽ ലേക്കിലേക്ക് പോകണം. ഇവിടെ ഷൂട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളുള്ള പൂക്കൽ ലേക്ക്, പൂണ്ടി, പിന്നെ അങ്ങനെ കുറച്ച് എക്സ്പാൻഡഡ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുലുക്കമൊക്കെ ഉണ്ട്, ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പശുക്കൾ, ഇവിടെ കുറെ മനുഷ്യന്മാർ. ദിവ്യ, അജു, ഞാൻ, ഞങ്ങളായിരുന്നു ഒറിജിനൽ മൂവർ സംഘം. ഒരു ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാ. അവസാനം നനഞ്ഞ കുഴിപ്പോലായി. കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരണം. എടാ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? അതായത് കൂക്കൽ ലേക്കിലേക്ക് കുറച്ചുകൂടി സമയം, കൂക്കൽ ലേക്കിലേക്ക് കുറച്ചുകൂടി സമയം. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലമാണ്, പക്ഷേ സ്ഥിര സ്ഥലം എന്ന് വെച്ചപ്പോൾ കൊടൈക്കനാലിൽ നിന്ന്. അയ്യോ, ഞാൻ വെച്ച് പാലക്കാടാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യട്ടെ. മഴ ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റിയില്ല, പക്ഷേ ഞങ്ങളിവിടെ വ്ളോഗ് ചെയ്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് അറിയണം, ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങളിത് കാണണം. നിങ്ങൾ വിചാരിക്കുന്നില്ലേ നമ്മൾ വെറുതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അല്ല. ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കോലം എന്തായിരുന്നു, ഇപ്പം എൻ്റെ കോലം നിങ്ങൾ എന്താണെന്ന് പറയും. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചതാ നമ്മുടെ സ്വന്തം ഹോബിറ്റോണിൽ എത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ അജിത്ത് കാര്യമായിട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ജസ്റ്റ് ഫുൾ റിസോർട്ടിനെ ഒന്ന്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ. അപ്പം മൊത്തം ഒന്ന് നടന്ന് കണ്ട് എല്ലാം ഒന്ന് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. ഞാൻ ഒറ്റൊരാൾ വേണ്ട ഇതൊക്കെ. ഞാൻ ഇങ്ങനെയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യും.
അപ്പോൾ നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങളെ വന്നിട്ട് ഒന്ന് കാണുന്നത്. ഞാൻ വഴിയിൽ മൊത്തം മാഗി ഓംലെറ്റാണ് കഴിച്ചത്, അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നല്ലൊരു മഴയോടുകൂടി കൊടൈക്കനാൽ വമ്പൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷൂട്ട് കുറച്ചുകൂടി ബാക്കി ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. പക്ഷേ താങ്ക് ഗോഡ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. പിന്നെ അതിപ്പോൾ ലാസ്റ്റായി ഇവിടുന്ന് ഇറങ്ങണതിന് മുന്നേയായിട്ട് കുറച്ച് ചൂട് മാഗിയും ചായയും കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ട് കഴിച്ചാൽ സബാഷ്. പിന്നെ നേരെ കൊച്ചി. സോ എനിക്കിത് ഞാൻ വന്ന ജേണി, അല്ലെങ്കിൽ ഞാൻ വന്ന എൻ്റെ ട്രിപ്പ് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര രസമാണ്. എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല, മഴ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ബിക്കോസ് 2 days ഭയങ്കര ഫോണൊന്നും ഇല്ലാണ്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടിരിക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. അത് കറക്റ്റായിട്ട് നടന്നു, കാരണം നെറ്റും ഉണ്ടായിരുന്നില്ല, ഫോണും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വേറൊരു അനുഭവം. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫോണും നോക്കിയിരിക്കലാണല്ലോ പതിവ്. സോ ഐ ഹാഡ് എ ഗുഡ് ടൈം. ഇത് കണ്ട് നിങ്ങളും ഹാപ്പി ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ഇനി എൻ റൂട്ട് കൊച്ചി. ബായ്. ചൂട് ചായ വന്നിട്ടുണ്ട്. സ്കൈ അല്ലേ കാണുന്നത്? വാവ്, സൂപ്പർ കളർ. മഴയാണ്. മാഗി വന്നു. ഇതിന്റെ എൻ്റെ പേരിലും എന്താ കമ്പനിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തി. അർമാദിക്കിൻ സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.